ഹലോ, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ മൊത്തമായിട്ടൊന്ന് കണ്ടു നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുക്കുക, അതിലേക്ക് 1 കപ്പ് അളവിൽ ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് പഞ്ചസാര. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലഫി ആയിട്ട് വരണ്ട, നമുക്ക് പഞ്ചസാര അലിഞ്ഞ് കിട്ടിയാൽ മതി. ഒരു പകുതി ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ, 1/2 കപ്പ് അളവിൽ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ കേക്കിൻ്റെ സിക്സാക്ക് മോഡലല്ല നമുക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. ഇതാണ് കറക്റ്റ് പരുവം. കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി ഒരു മോൾഡ് എടുക്കുക, അതിലേക്ക് എണ്ണ തടവിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. എന്നിട്ട് നമ്മുടെ ഈ ബാറ്ററിൻ്റെ പകുതി ഭാഗം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ മിൽക്കി ബാർ അല്ലേ, നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ ആ ഒരു നടുഭാഗത്ത് നമ്മൾ നിറച്ചും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ഈ ഒരു നടുക്ക് ഒരു ചോക്ലേറ്റ് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്യുക, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ച് തിരുവ വെച്ച് 5 മിനിറ്റ് മുമ്പ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുത്ത് 25 മുതൽ 30 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്ന്. നമ്മൾ ആ നടുക്ക് വെച്ചിരിക്കുന്ന ആ മിൽക്ക് ചോക്ലേറ്റ് ഇല്ലേ, അത് കാണാൻ പറ്റും. ഭയങ്കര ടേസ്റ്റിയാണ്. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ അങ്ങനെ വിണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.